സാർ നമസ്കാരം. ബംഗ്ലാദേശ് ഇപ്പോഴും കത്തുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുമ്പ് ഏഷ്യാനെറ്റിന്റെ പല പൊള്ള നിലപാടുകളെ കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. അത് നല്ല റെസ്പോൺസും ആയിരുന്നു. കാരണം ഏഷ്യാനെറ്റ് ഏത് തരത്തിലാണ് അതിനെ ഡീൽ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ വലിയൊരു താക്കീത് ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം, സംരക്ഷിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവിടെയുള്ള ഇപ്പൊ ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന യൂനിസ് രംഗത്തെത്തിയിട്ട് യൂനിസ് പറയുകയാണ്, അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ എന്റെ നെഞ്ച് തകർന്നു പോവുകയാണ് എന്നാണ് പറയുന്നത്. പോരാത്തതിന് സാറ് ഈ എല്ലാ കാര്യങ്ങളിലും ഇഴകീറി പരിശോധിച്ച് ഇടപെടുന്ന ഒരാളുണ്ട് നമ്മുടെ ഇന്ത്യൻ യൂട്യൂബർമാർക്കിടയിൽ. ധ്രുവ് റാഠി എന്നാണ് അവന്റെ പേര്. അപ്പൊ അവൻ ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ അറ്റാക്ക് ഒന്നും നടക്കുന്നില്ല, അതൊക്കെ കേരള മീഡിയ, ഗോദി മീഡിയ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്, നമുക്കിടയിൽ ആക്രമണങ്ങൾ ഉണ്ടാക്കാൻ എന്നാണ് ഈ ധ്രുവ് റാഠി പറയുന്നത്. അവിടെ 250 സ്ഥലങ്ങളിൽ 55 ജില്ലകളിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവൻ തന്നെ എടുത്ത് കോട്ട് ചെയ്യുന്ന പല മീഡിയകളും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത്രയും സ്ഥലങ്ങളിൽ അവിടെ ആക്രമണം നടന്നിട്ടുണ്ടെന്ന്. അതൊന്നും കാണാതെ പറയുകയാണ്, ഇത് വെറുതെ പറയുന്നതാണ്, അവിടെ വലിയ രീതിയിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പോരാത്തതിന് അയാൾ ഉയർത്തിക്കാട്ടുന്നത് അവിടെ പല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ക്ഷേത്രത്തിന് കാവലിരിക്കുന്ന വീഡിയോയാണ് അയാൾ ഉയർത്തിക്കാട്ടുന്നത്. അപ്പോ ഈ ബംഗ്ലാദേശിലെ ഇപ്പോ യൂനിസ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവം, അതായത് ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പല കാര്യങ്ങളുണ്ട്. കാരണം ഇയാൾ ഒന്നാമത് അമേരിക്കയുടെ കയ്യിലെ കളിപ്പാവയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇയാളുടെ അക്കൗണ്ട് വഴിയാണ് ബംഗ്ലാദേശ് കലാപത്തിന്, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഫണ്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് വലിയൊരു ആരോപണം ഇയാൾ നേരിടുന്നുണ്ട്. മൂന്നാമത് ഇയാൾ ഒരു അഴിമതി കേസൊക്കെ പ്രതിയാണ്. നോബൽ സമ്മാനമൊക്കെ കിട്ടിയെങ്കിലും നോബൽ സമ്മാനം എന്തിനാണ് കൊടുക്കുന്നത് നമുക്കറിയാലോ. ഇപ്പൊ നമ്മുടെ അരുന്ധതി റോയ്ക്ക് ഒരു പുരസ്കാരം ഇന്നലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരുന്ധതി റോയ്ക്കെതിരെ ഇവിടെ 2-3 കേസ് വന്ന ആ സാഹചര്യം, ഇവിടെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും എതിരെ കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ അമേരിക്ക അവർക്ക് ഒരു ഗ്ലോബലി ഉള്ള പുരസ്കാരം എടുത്താൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഇവരെ ഉയർത്തി കാണിക്കുക. ഇവര് ഉയർത്തി കാണിക്കുമ്പോൾ രണ്ടാമത് വരുന്ന ഇവർക്കെതിരെയുള്ള കേസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം ഇവരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഒരു ചീത്തപ്പേര് ഉണ്ടാക്കാം. അങ്ങനെ ഇതിനകത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്താം. അപ്പോ അങ്ങനെ ഇയാൾക്കെതിരെയുള്ള കേസ്, അതായത് യൂനിസിനെതിരെയുള്ള ഒരു കേസ് ഇയാൾ തന്നെ വന്നിട്ട് കിട്ടുണി ഈ എലിഫന്റ് ബി എന്ന് പറയുന്നത് പോലെ ഇയാൾ തന്നെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? എന്താ തോന്നുന്നത് സാർ? ഇല്ല, വിശ്വസിക്കാൻ പറ്റില്ല ധനുഷ്. അതൊരു കാര്യമുണ്ട്. എന്താ പറയുക, വേറെ ഒന്നല്ല, ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ഒരു NGO ആണ് നടത്തിയത്, ഒരു ബ്ലേഡ് കമ്പനിയാണ് നടത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ മാതിരി നോബൽ പുരസ്കാരം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാലസ്തീനിയൻ യാസിർ അറഫാത്തിന് നോബൽ സമ്മാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ക്രെഡിബിലിറ്റി അറിയാം. അവിടെ തന്നെ നമുക്ക് അതിന്റെ ക്രെഡിബിലിറ്റി അറിയാം. നോബൽ പറയുമ്പോൾ സ്വീഡിഷ് ഗവൺമെന്റും സ്വീഡിഷിന്റെ ഒരു അക്കാഡമിക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിൽ വളരെ പല പൊളിറ്റിക്സ് ഉണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കലാപം നടന്ന എന്താണെന്ന്, അത് നമ്മൾ ഒരു ഇസ്ലാമിക് രാജ്യമാകുമ്പോൾ നടക്കും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇസ്ലാമിക് രാജ്യത്തിൽ എന്താ പറഞ്ഞാൽ ഇവർ കാഫിർമാരെ കൊല്ലണം എന്നാണ് ഇവരുടെ ലോജിക്ക്. അവർ തെറ്റല്ലാതെ അവരുടെ ഇതിൽ എഴുതിയിട്ട് വെച്ചിട്ടുള്ള ഓരോ ഇതൊക്കെയാണ്. ഹിന്ദുക്കൾ കാഫീസാണ്, ഹിന്ദുക്കളെ കൊല്ലണം. അതന്നെ നമ്മൾ പറഞ്ഞു വന്ന തന്നെ 27%, ചിലർ പറയുന്നത് 42% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ 7%. എങ്ങനെയായി? അവിടെ എന്താ ആൾക്കാരൊക്കെ എവിടെ പോയി? ഒന്നിലും അവരെ കാണാണ്ടായോ, അതാ പറഞ്ഞാൽ അവർ മുങ്ങിയോ, അല്ലെങ്കിൽ മതം മാറിയോ, നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കുമ്പോഴാണ് നമുക്കൊരു റീസണിങ് വരുന്നത്. ഇപ്പം നമ്മൾ നോക്കേണ്ടത്, യുണൈറ്റഡ് നേഷൻസും ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ധാക്കയിലേക്ക് വന്ന് ധാക്കയിൽ ഇവരൊക്കെ ആയിട്ട് ഒന്ന് ബന്ധപ്പെട്ട് അവിടെ നടന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. യൂനിസിനുള്ളതൊരു ബാക്കിംഗ് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വളരെ ക്ലിയർ ആണ് കാര്യത്തിൽ. ഇപ്പൊ അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടിയിട്ട് വേണം യൂനിസിനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ, അയാളുടെ കലാപരിപാടികളൊക്കെ നടത്താനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ മാതിരി എവിടുന്ന് ഇങ്ങനെ നടക്കും, ഇവിടുന്ന് മുമ്പിലേക്ക് എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ടറിയണം. ബിക്കോസ് വേറൊന്നല്ല, അവരുടെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഗവൺമെന്റ് ആണ് അവിടെ ഗവൺമെന്റ്. പറയാൻ വേണ്ടി യൂനിസൊക്കെയാണ് അവിടുത്തെ എന്താ പറയുക ചീഫ് അഡ്വൈസറൊക്കെ. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പട്ടാള ഭരണം നടക്കുമ്പോൾ അവിടെ പട്ടാളാണ് ഭരിക്കുന്നത്. പട്ടാളത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിന്ന് ഒരു മുമ്പിലൊരു ക്രെഡിബിൾ ഫേസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ മൻമോഹൻ സിംഗിനൊക്കെ പണ്ട് പ്രധാനമന്ത്രിയാക്കി ഇരുത്തിയിരുന്നില്ല, ഒരു ബൊമ്മ മാതിരി. പക്ഷെ പിന്നെന്ന് ചരട് വലിക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാരായിരുന്നു. അതന്നെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ബംഗ്ലാദേശിന്റെ കണ്ടീഷൻ, ഇപ്പൊ നമ്മൾ മാലദ്വീപിന്റെ കണ്ടീഷൻ കണ്ടു.
അതേ കണ്ടീഷനിലേക്ക് ബംഗ്ലാദേശ് ഒരു 6 മാസത്തിൽ വരും. പക്ഷേ വേൾഡ് ബാങ്കിന്റെ കുറെ കാശ് കിട്ടും. ബിക്കോസ് ഇത് US ഗവൺമെന്റ് ആയ കാരണം സപ്പോർട്ട് US ഗവൺമെന്റ് വേൾഡ് ബാങ്കിൽ നിന്നുള്ള കയ്യിൽ നിന്നുള്ള കാശ് കുറെ ഇവർക്ക് വാരിക്കോരി കൊടുക്കും. അത് സംശയമില്ലാതെ അത് കണ്ടിരുന്നോളാം. ഞാൻ എഴുതി തരാൻ വേണ്ടി സ്റ്റാമ്പ് പേപ്പറിന് വേൾഡ് ബാങ്കിന്റെയും IMFന്റെ നല്ല ഫണ്ടിങ് ഇവർക്ക് കിട്ടും. വേറെ കുറെ പേരുകൾ പോവർട്ടി റിഡക്ഷൻ പറഞ്ഞിട്ടും വേറെ കുറെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും വരുന്നത്. പക്ഷെ ഇത് കണ്ടറിയണം തന്നെ ധനുഷ്, ഇത് എവിടെ വരെ നടക്കും, എത്ര കാലം നടക്കും. ബിക്കോസ് ഈ ആർമിയിൽ തന്നെ ഒരു തരം 2 ഡിവിഷൻസ് ഉണ്ടെന്ന് പറയണം. ആർമിയിൽ ഇപ്പോഴും ഹസീനയുടെ ആൾക്കാരുണ്ട്, അവരെന്ന് വേണമെങ്കിൽ അട്ടിമറി നടത്താം. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ പയ്യന്മാര് ബംഗ്ലാദേശിൽ ഈ പറഞ്ഞ ഈ അവിടുത്തെ DYFI നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ സ്പോൺസേർഡ് ആയിരുന്നു. അപ്പൊ അത് എന്തായാലും 6 മാസം കഴിയുമ്പോൾ 21 പ്രാവശ്യം ബംഗ്ലാദേശില് ഇതേമാതിരി അട്ടിമറികൾ നടക്കുന്നത്. പുതിയ പരിപാടി എന്നല്ല, ഇത് പഴയ ഒരു കലാപരിപാടി നടക്കുന്നു. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ പണ്ട് ടെലിവിഷനൊന്നും അത്ര ഉണ്ടായിരുന്നില്ല, പണ്ട് യൂട്യൂബും ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പൊ എല്ലാവരും പോയി അമ്പലങ്ങൾ കത്തിക്കുമ്പോൾ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. അതാണ് നമ്മൾ കാണുന്നത് ധനുഷ്. അപ്പൊ അത് കാരണമാണ് ഈ ആംപ്ലിഫൈ ചെയ്യാന്ന് പറയും ഇംഗ്ലീഷിൽ. ആംപ്ലിഫൈ ചെയ്തിട്ട് മുമ്പിലേക്ക് വന്നേക്കുന്നത്. അതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോ നടക്കുന്ന അതിനുള്ള ഈ പറഞ്ഞ മാതിരി ഉത്തരവാദിത്തം ആരെടുക്കുക എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതാ നമുക്ക് അറിയേണ്ടത്. ഇതില് ഞാൻ വേറൊരാളുടെ പേര് കൂടെ മെൻഷൻ ചെയ്തിരുന്നു, ധ്രുവ് റാഠി എന്ന് പറഞ്ഞ ഒരാൾ. സാർ അയാളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ബംഗ്ലാദേശിലെ കലാപം അവിടെ ഒന്നും നടക്കുന്നില്ല, അതൊക്കെ ഇവിടെ ഗോദി മീഡിയ എക്സാജറേറ്റ് ചെയ്യുകയാണെന്നാണ് പുള്ളി പറയുന്നത്. ഈ ധ്രുവ് റാഠിയെ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഞങ്ങളുടെ വീഡിയോനെ കാണാറില്ല. കുറെ പേര് എൻ്റെ അടുത്ത് പറയും, സാറ് ഈ ഫാക്ട്സും ഫിഗേഴ്സും വെച്ച് വർത്തമാനം പറയുന്ന ആള്, സാറ് ഈ അവനെ കയറി. ഞാൻ പറയിച്ചു, അവനെ ആംപ്ലിഫൈ ചെയ്യണത് അവന്റെ വീഡിയോ റിലീസായി 10 മിനിറ്റിനുള്ളിൽ 2 ലക്ഷം 3 ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടും. എങ്ങനെ കിട്ടുക? ഇമ്പോസിബിൾ ആണ്. 1 മിനിറ്റിൽ 1 ലക്ഷം വ്യൂസ് വരെ വന്ന വീഡിയോസും ഉണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ യൂട്യൂബിന്റെ അലോഗൃത്തം വർക്ക് ചെയ്യുന്നുണ്ട്, യൂട്യൂബുകാർ ഇതിനെ പുഷ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം അയാൾക്കുള്ള ഒരു സപ്പോർട്ട്, അയാളുടെ ഈ പറഞ്ഞ സ്വന്തം യൂട്യൂബ് മാത്രമല്ല, ഇറ്റ് കംസ്. അതുകൊണ്ടാണ് സാറേ സാറ് ഈ ടെക്നിക്ക് അറിയാമോ യൂട്യൂബിന്റെ? അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ കാര്യം ഈ ബംഗ്ലാദേശ് വിഷയത്തിന്റെ ഇടയിൽ കയറ്റി സംസാരിച്ചത്. ഇവനെതിരെ ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യില്ല, യൂട്യൂബ് അത് ഓട്ടിക്കില്ല. സീരിയസ്ലി, ഇവനെതിരെ ഒരു വീഡിയോ, ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ ഇവനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് തീരെ വ്യൂസ് ഇല്ല. കാരണം ഇവനെതിരെയാണെങ്കിൽ യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ ഡൗൺ ആവും. പക്ഷെ നമ്മൾ ബംഗ്ലാദേശ് വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ ഇവന് 2 കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ ഇത് കാണുന്നതിന്റെ കൂടെ ഇതും കൂടെ കണ്ടുപോകുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും. മാത്രല്ല ഹാഷ്ടാഗ് ഇട്ടാൽ മതി. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ടീം ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബില് ധ്രുവ് റാഠി എന്നുള്ള ഹാഷ്ടാഗ് ഇട്ടാൽ മതി ഡിസ്ക്രിപ്ഷനിൽ, അവിടുന്ന് അടിച്ചു കയറുക. അതാണ് മെയിൻ. അപ്പൊ നമുക്ക് ഈ ധ്രുവ് റാഠിയുടെ അലോഗൃത്തം മനസ്സിലാക്കണം, അതാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഈ പ്രൊമോഷൻ, അതുമല്ല ഈ വീഡിയോ കാണുന്ന എത്ര പേരാണ് ജെന്യുവിൻ ആയിട്ടുള്ളത് നമുക്ക് അറിയണം. അതൊന്ന് ഇൻഫ്ലുവൻസ് ആവുന്ന പേര് എത്ര പേരുന്ന്. ഈ കോൺഗ്രസ്സുകാരെന്നെ പറഞ്ഞാൽ മതി, അവരെന്നെ അവര് വാട്സാപ്പ് ഗ്രൂപ്പിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ആവും. ഇതാവേണ്ടത് ഇതൊരു ഫിനോമിനൻ ആണ്. നാളെ ഇവനെ സഡൻലി യൂട്യൂബിൽ നിന്ന് ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ഇവന്റെ കണ്ടീഷൻ? ഇവനൊരു യൂട്യൂബ് ഫിനോമിനൻ ആണ്. യൂട്യൂബാണ് ഇവനെ പുഷ് ചെയ്യണത്. അവർക്ക് പരസ്യങ്ങൾ കിട്ടും. അവർ പറയും, കണ്ട ഇവന്റെ വീഡിയോ 40 ലക്ഷം പേര് കണ്ട, അപ്പൊ നമുക്ക് ഇവന്റെ ഇതിൽ വരുന്ന പരസ്യങ്ങൾക്ക് ഒരു പ്രീമിയം ചാർജ് ചെയ്യാന്ന് പറയും. അത് അവരൊരു പോളിസിയാണ്, അവർ ചെയ്യും. അതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കുക, യൂട്യൂബിൽ തെറ്റ് പറയാൻ പറ്റില്ല. അവർക്ക് എത്ര വ്യൂവർഷിപ്പ് ഉണ്ട്, പക്ഷെ ജെന്യുവിൻ വ്യൂവർഷിപ്പ്. ഇത് ഈ ധ്രുവ് റാഠിയെ പറ്റിയിട്ട് ധനുഷിനെ അയച്ചു തരാം, ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. അവന്റെ അലോഗൃത്തം, അവന്റെ യൂട്യൂബിന്റെ ബാക്ക് എൻഡ് അലോഗൃത്തം നമ്മുടെ അവിടുത്തെ ഒരു 2-3 IT പ്രൊഫഷണൽസ് അനലൈസ് ചെയ്ത് നോക്കി. അപ്പൊ കാണുന്ന അവന് കിട്ടുന്ന മാക്സിമം വ്യൂസ് കിട്ടുന്ന ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മേനിസ്ഥാൻ, കിർഗിസ്ഥാൻ, എവിടുന്നൊക്കെയാണ് കിട്ടുന്നത്. ഇതേ സ്ഥലത്ത് നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ സപ്പോർട്ടേഴ്സിന്റെ ബേസ്. ആലോചിച്ചു, ട്വിറ്ററിൽ നമ്മൾ പോയി ട്വിറ്ററിന്റെ അടുത്ത് നാളെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 10 ലക്ഷം വ്യൂസ് വേണമെന്ന് അവർ കാശ് വയ്ക്കും. യൂട്യൂബും അതെ, ഞാൻ വർക്ക് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിന്റെ അടുത്ത് നമുക്ക് പോയിട്ട് പറഞ്ഞു നാളെ എനിക്ക് 1 ലക്ഷം വ്യൂസ് വേണമെന്ന് യൂട്യൂബ് വരെ എത്ര കാശ് തരണം. ഒഫീഷ്യൽ ആണ്ടത്, അൺഒഫീഷ്യൽ അല്ല. ഒഫീഷ്യലായിട്ട് അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് പുഷ് ചെയ്യും. അലോഗൃത്തം നമ്മുടെ വീഡിയോ, ആര് വീഡിയോ തുറന്നാലും യൂട്യൂബ് ആദ്യം ഏറ്റവും മുകളിലേക്ക് വരും. അതാണ് യൂട്യൂബിന്റെ അലോഗൃത്തം. അങ്ങനെയാണ് വർക്ക് ചെയ്യുക. കാശ് കൊടുത്ത് ലീഗലായിട്ട് ചെയ്യാം. അതാണ് നടക്കുന്നത് ഇപ്പൊ. അപ്പൊ നമ്മൾ ഈ ധ്രുവ് റാഠിയെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, അവൻ പറയുന്ന ഫാക്ട്സ് വൺ സൈഡഡ് ആണ്. അവൻ വല്ലാണ്ട് ആൾക്കാർ തെറി വിളിച്ചു തുടങ്ങുമ്പോൾ കോമന്റ്സ് ഓഫ് ചെയ്തിടും. അത് കണ്ടിട്ടുണ്ടോ? അവൻ കോമന്റ്സ് കൊണ്ട് ഓഫ് ചെയ്തിടും. കമന്റ്സ് ഇപ്പോഴേ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെന്ന് 2 കമന്റ് അടിക്കാൻ നോക്കിയിട്ട് കമന്റ് ബോക്സ് കൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. അതന്നെ പറഞ്ഞ. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇവര് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ്, ബംഗ്ലാദേശ് ആവട്ടെ, നാളെ നേപ്പാളാവും, മറ്റന്നാൾ ശ്രീലങ്കയാവും, പിന്നെ പാകിസ്ഥാനാവും,
പിന്നെ നമ്മുടെ ദേശം തന്നെ മോദി ഇവരുടെയൊക്കെ പണി ഇതാണ്ട് കാലത്തെനിക്ക്, അതായത് ഏഷ്യാനെറ്റ് ആയാലും ധ്രുവരാത്തി ആയാലും മനോരമയിലും അത് ഒരു കാലത്തെട്ട് ആരെങ്കിലും മോദി തെറി വിളിക്കും. അപ്പം എന്ത് പറ്റും? അത് ഈ പറഞ്ഞ മാതിരി മോദിയുടെ ആൾക്കാർ അതിൽ കയറി വരും, അവനെ തെറി പറയും, തിരിച്ചു പറയും, ഏഷ്യാനെറ്റ് തെറി പറയും. അപ്പൊ അങ്ങനെ വ്യൂവർഷിപ്പ്. അല്ല സാറേ, എനിക്കിത് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധ്രുവ് റാഠിയുടെയും ഇപ്പൊ നമ്മളെ ഏതോ ഒരു സിനിമയില് നമ്മുടെ ശ്രീനിവാസനും തിലകനും സൈക്കിളിൽ ഇരുന്ന് പോകുമ്പം ഇവര് സംസാരിക്കുമല്ലോ, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ധ്രുവ് റാഠിയുടെയും മുഹമ്മദ് യൂനിസിന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുകയാണ്. കാരണം ധ്രുവ് റാഠി പറയുന്നത് ഇവിടെയുള്ള മീഡിയാസ്, ഗോദി മീഡിയ ബംഗ്ലാദേശിൽ നടക്കുന്ന അറ്റാക്ക് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയാണെന്നാണ്. തൊട്ടുപിറകെ മുഹമ്മദ് യൂനിസ് പറയുന്നു, വളരെ ഞെട്ടൽ രേഖപ്പെടുത്തുന്നു, ബംഗ്ലാദേശിൽ നടക്കുന്ന അറ്റാക്ക് ഇന്ത്യയിലെ മീഡിയ വളരെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയാണ്, ഇതിൽ ഞാൻ ഞെട്ടൽ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു, രണ്ടുപേരുടെ പ്രവൃത്തി ഒരുപോലെ ഇരിക്കുന്നു കാണാനായിട്ട്. ഗാസയിൽ എന്താ നടന്നത് പറയും. ഗാസയിൽ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹമാസ്. അപ്പോൾ അവിടെ 4 എന്ന് പറഞ്ഞാൽ 40 കാണിക്കും, 40 400 എന്ന് പറഞ്ഞ് കാണിക്കും, 400 4000 എന്ന് പറഞ്ഞ് കാണിക്കും. ഹമാസിന്റെ പണി ഇതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗാസയിൽ ഒരാളില്ല. പക്ഷെ ഇതേ ഫിഗേഴ്സ്, ഗാസയിൽ വരുന്ന ഫിഗേഴ്സ് നമ്മുടെ അവിടുത്തെ മനോരമയും മാതൃഭൂമി ഏഷ്യാനെറ്റൊക്കെ പൊക്കി കാണിക്കും, നമ്മുടെ മഹൂദി ചാനലിലെടുത്ത് കാണിക്കും. അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ മീഡിയ മാനിപ്പുലേഷനാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതാണ് ഏറ്റവും വലിയ ബാറ്റിൽ. യുക്രൈനും റഷ്യയും വാറിൽ UK പബ്ലിക്കേഷൻസ്, ഇപ്പോൾ യുക്രൈനിലും അധികം മീഡിയ ഇല്ല, റഷ്യയിലും അധികം മീഡിയ ഇപ്പോൾ ഇല്ല. പക്ഷെ അവരുടെ അടിപിടി നടക്കുന്നത് എവിടെ നിന്ന്? UK മീഡിയയിലാണ് നടക്കുന്നത്, യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ടിലെ മീഡിയയിൽ. അവിടെ സൺ എന്നൊരു പേപ്പർ ഉണ്ട്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു പൂട്ടിനൊക്കെ തോറ്റിട്ട് 2 മാസം കഴിഞ്ഞ് പൂട്ടിൻ ഓടിപ്പോയെന്ന റഷ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവരോരോ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ നമുക്കറിയാം ഇതൊക്കെ സ്പോൺസേർഡ് ആണ്. ഇതൊക്കെ ഇവരൊരു പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ വ്യൂവർഷിപ്പിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൂട്ടിൻ തോറ്റു കഴിഞ്ഞ് പൂട്ടിൻ പോയി, ഇനിയും കുറച്ചും കൂടി കാശ് നമുക്ക് യുക്രൈനിൽ കൊടുക്കാം, ലോജിക്കൽ. അപ്പോൾ പൊളിറ്റീഷ്യൻസിന് മേലെ പ്രഷർ വരും, കുറച്ചും കൂടി കാശും ആയുധങ്ങളൊക്കെ കൊടുക്കാം. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഈ ധ്രുവറാത്തി ആയാലും ബാക്കിയുള്ള പാർട്ടികളായാലും നമുക്ക് ഈ പറഞ്ഞ മാതിരി ഈ പൊളിറ്റിക്സ് അവർ കളിക്കും. ഞാൻ പറയാം, ഈ കുറേ പ്രോ റൈറ്റ് ആൾക്കാരുണ്ട്, യൂട്യൂബുകാരുണ്ട്. അവർ യൂട്യൂബൊക്കെ ബാൻ ചെയ്ത് കളയുന്നുണ്ട്, അറിയാം. അതാണ് മെയിനായിട്ടുള്ളത്. അവർ യൂട്യൂബിൽ നിന്ന് അവരെ ബാൻ ചെയ്തു ടോട്ടലായിട്ട്. പക്ഷെ ഇങ്ങനെ ധ്രുവറാത്തിയെ ബാൻ ചെയ്യാത്തത്, അതാണ് നമ്മൾ അറിയേണ്ടത്. ആ ഒരു പ്രശ്നം നമ്മൾ ചോദിച്ചേ പറ്റൂ. എന്തിനാണ് ഈ റൈറ്റ് വിങ് ആൾക്കാരുടെ ഹാൻഡിൽസ് ഒക്കെ ബാൻ ചെയ്യണത്? അതേ സമയത്ത് ഈ പറഞ്ഞ മാതിരി ലെഫ്റ്റ് വിങ് ആൻഡ് സെന്റർ ഉള്ള ധ്രുവറാത്തിയുടെ പോലുള്ള ആൾക്കാരെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ യൂട്യൂബ് എന്ന്, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇത് മോദി ഗവൺമെന്റ് വലിയൊരു തെറ്റാണ്. മോദി ഗവൺമെന്റ് ഒരു ശരിക്കും പുഷ് ചെയ്തിട്ട് യൂട്യൂബിനെ പ്രശ്നങ്ങൾ ചോദിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ പോയി പണി നോക്കട്ടെ. നമുക്കിത് അറിയേണ്ടത്, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയാം. അതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്ന് പറയുമ്പോഴും അത് വിശ്വസനീയമല്ല എന്നാണ് സുജേഷ് സാർ പറയുന്നത്. അതങ്ങനെ തന്നെയാണ് എന്നാണ് എല്ലാ ആൾക്കാരുടെയും വിലയിരുത്തൽ. കാരണം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് അറിയുന്നത്. അതിന്റെ പിറകിൽ ധ്രുവ് റാഠി എന്ന് പറയുന്ന ഒരാള് ബംഗ്ലാദേശിനെ, ഇവിടെ സകല മാധ്യമങ്ങളും കേരളത്തിലുള്ള ലെഫ്റ്റിസ്റ്റ് മാധ്യമങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ധ്രുവ് റാഠി ചെയ്യുന്നത്. അതിലൊരു തർക്കവുമില്ല. പുള്ളിയുടെ റഫറൻസ് നോട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ചാനലുകളുടെ പിറകിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നല്ല രീതിയിൽ ചൈനയുടെ ഫണ്ട് വാങ്ങിക്കുന്ന ആൾക്കാരും മറ്റ് ആൾക്കാരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരവാന്റെ ഒക്കെയാണ് പുള്ളി കൊണ്ടുവരുന്നത്, കാരവാൻ, NDTV, ഇതിന്റെയൊക്കെയാണ് പുള്ളിയുടെ റഫറൻസ് നോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ അതുപോലെ എന്തെങ്കിലും റഫറൻസ് നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളി ആ റഫറൻസ് നോട്ടിന്റെ പിറകിൽ ആരാണ് ഇരിക്കുന്നത്? ഇത് RSSന്റെ ഓർഗനൈസേഷനാണ്, RSSന്റെ തലപ്പത്താണ് ഇയാൾ ഇരിക്കുന്നത്, അതിന്റെ നോട്ടാണ്, അതുകൊണ്ട് ഇതിൽ വിശ്വാസയോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി രംഗത്തെത്തുകയും ചെയ്യും. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സംരക്ഷിക്കണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തിട്ടുണ്ട്. ആ താക്കീതിന്റെ പുറത്ത് ഇനി അത് നടപ്പാകുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് RSS 2ാമത്തെ വട്ടം കേന്ദ്രത്തോട് താക്കീത് കൊടുത്തിട്ടുണ്ട്, ഊന്നി പറഞ്ഞിട്ടുണ്ട്. മോഹൻ ഭാഗവത് നേരിട്ടാണ് ഇത്തവണ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ ദത്താത്രേയ ഹൊസബലയാണ് അത് പറഞ്ഞതെങ്കിൽ ഇത്തവണ സത്സംഗചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന്. ആ ഒരു ഘട്ടത്തിൽ കേന്ദ്രം എന്ത് ചെയ്യും എന്ന് കണ്ടു തന്നെ അറിയാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.